അങ്ങനെ ജോർജിയയിലെത്തി. ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണിന്ന്. ഇന്ന് ഞങ്ങൾ പോകുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചേർച്ചിൽ. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ചേർച്ച്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ, എന്നാൽ പിന്നെ ഫസ്റ്റ് ഇവിടെ തന്നെ പോകാം. ഇതൊരു ഫേമസ് ചേർച്ചാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് തിബ്ലിസിയിലാണ്. തിബ്ലിസി എന്ന് പറയുന്നത് ജോർജിയൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ വിഞ്ഞാട് അല്ലെങ്കിൽ മുന്തിരി വള്ളികൾ ചെറിയ ചെറുതാണെങ്കിലും അവരുടെ മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ട്. അത് കാണാൻ നല്ല അടിപൊളിയാണ്. അങ്ങനെ നടന്ന് അവസാനം ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഇതെത്തി. യെസ്, ഇതാണ് ജോർജിയയിലെ ഫേമസ് ഹോളി ട്രിനിറ്റി ചേർച്ച്. ഈ ഒരു ചേർച്ചിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓർത്തഡോക്സ് ചേർച്ചസ് ഇൻ ദ വേൾഡ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു ചേർച്ച് ഇങ്ങനെ ദൂരേന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര അടിപൊളിയാണ്. ഇതിൻ്റെ സൈഡിലുള്ള ഒരു ഗാർഡൻ ആണെങ്കിലും അവിടെയുള്ള ഫ്ലവേഴ്സ് എല്ലാം അവർ നല്ല മെയിൻറ്റെയിൻ ചെയ്തത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കാത്തഡ്രൽ 2004 കംപ്ലീറ്റ് ചെയ്തത്. തിബ്ലിസിൻ്റെ ഏറ്റവും ഐക്കോണിക് ലാൻഡ്മാർക്കിൽ ഒന്നാണ് ഈ ഹോളി ട്രിനിറ്റി കാത്തഡ്രൽ. ആക്ച്വലി ചേർച്ചും കാത്തഡ്രലും തമ്മിലും എന്തൊക്കെയോ ഡിഫറൻസ് ഉണ്ട്. അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല. സോ അതറിയുന്ന ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണം, ഞങ്ങൾക്കും കൂടെ ഒന്ന് അറിയാലോ. ഈ ഒരു ചേർച്ച് ഹൈറ്റുള്ള സ്ഥലത്താണുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തിബ്ലിസി സിറ്റീൻ്റെ ബ്യൂട്ടിഫുൾ പാനോരമിക് വ്യൂസ് കാണാൻ പറ്റും. പിന്നെ ഹൈറ്റുള്ള സ്ഥലത്തായതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് നമുക്ക് ചേർച്ചിനെ നോക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സൈസും ഗ്രാൻഡറും എല്ലാം കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ അട്രാക്ട് ചെയ്യിക്കും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ രാത്രിയത്തെ വ്യൂ കാണാൻ ഭയങ്കര അടിപൊളിയാണ്. അത് അടുത്തുനിന്ന് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഫുള്ള് ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് കാണാൻ. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ എല്ലാ ചേർച്ചും പോലെ തന്നെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. ഇതിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയർ ഒക്കെ ട്രഡീഷണൽ ജോർജിയൻ ഓർത്തഡോക്സ് എലമെൻറ്റ്സ് തന്നെയാണ്. പിന്നെ ഹ്യൂജ് പില്ലേഴ്സ്, ബ്യൂട്ടിഫുൾ വാൾ പെയിൻറ്റിങ്, ഗോൾഡൻ ഡെക്കറേഷൻസ് ആൻഡ് ഡീറ്റെയിൽഡ് ആർട്ട് വർക്ക് ഒക്കെ ഈ ഒരു പ്ലേസിൻ്റെ ബ്യൂട്ടി കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ചേർച്ചിൻ്റെ ഈ ഒരു എൻട്രൻസിൽ 2 സൈഡിലായിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. പിന്നെ ക്യാൻഡിൽസ് ഒക്കെ ഉണ്ട് അകത്ത് കത്തിക്കാനൊക്കെ വേണ്ടിയിട്ട്.
സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു കാം ആൻഡ് സ്പിരിച്വൽ ഫീലിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇവിടെ വിസിറ്റേഴ്സിന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടൈമിംഗ് ഉണ്ട്. രാവിലെ 7 to 10 PM ആണ് ഇതിൻ്റെ ടൈമിംഗ് വരുന്നത്. ചേർച്ചിൻ്റെ അകത്തേക്ക് കയറണം എന്നാണെങ്കിൽ 11 to എത്രയോ ആണ്, അത് നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ല. ഞങ്ങൾ അവിടെ 11 ശേഷമായിരുന്നു കയറിയത്. അങ്ങനെ ഞങ്ങൾ ചേർച്ചിൻ്റെ പുറത്തിറങ്ങിയപ്പോഴാണ് ചേർച്ചിൻ്റെ സൈഡിലെല്ലാം ഫുള്ള് ഈ ഒരു ചെടി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇത് ലാവൻഡർ ആണെന്ന്. അതറിഞ്ഞത് പിന്നെ എപ്പോഴോ ഏതോ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ലാവൻഡർ. ഞങ്ങളങ്ങനെ ഈ ഒരു സംഭവം നാട്ടിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇത് കണ്ടപ്പോഴും മനസ്സിലായില്ല. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ അതും കാണാൻ പറ്റി. ആൻഡ് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ചേർച്ചിൻ്റെ. ഇവിടെ ആക്ച്വലി നമ്മൾ പോയ സമയത്താണോ അല്ല എപ്പോഴും ഇങ്ങനെയാണോ എന്നറിയില്ല, ഭയങ്കര കാറ്റാണ്. പുറത്ത് നിന്ന് ഫോട്ടോ എല്ലാം എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ക്ഷമ വേണ്ടി വരും. അങ്ങനെ കുറേ ട്രൈ ചെയ്തിട്ടാണ് കുറച്ച് ഫോട്ടോസ് അവിടെ നിന്ന് എടുക്കാൻ തന്നെ പറ്റിയത്. അതിൽ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നേരെ പോയത് ജോർജിയൻ്റെ ഫേമസ് ഫുഡായിട്ടുള്ള കച്ചാപൂരിയും കിങ്കാലിയും കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫേമസ് കച്ചാപൂരി കിട്ടുന്ന ഷോപ്പ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ അങ്ങോട്ടേക്ക് പോയതാണ്. സോ ഇതാണ് കച്ചാപൂരി. കച്ചാപൂരി എന്ന് പറയുന്നത് ഒരു ചീസ് ഫീൽഡ് ബ്രെഡാണ്. ഇതിൻ്റെ ടോപ്പിങ്സിൽ ചീസും എഗ്ഗും ബട്ടറുമാണ് വരുന്നത്. എഗ്ഗ് എന്ന് പറയുന്നത് നമ്മൾ സാധാ പച്ചമുട്ട തന്നെ, അത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് അല്ലാണ്ട് വേറെയും കച്ചാപൂരി ഉണ്ട്, പക്ഷേ ഇതാണ് മെയിൻ, ഈ ഒരു ബോട്ട് ഷേപ്പിൽ വരുന്നത്. ഇത് കഴിക്കേണ്ടത് ഈ ബ്രെഡിൻ്റെ ഓരോ സൈഡിലുള്ള കഷ്ണം എടുത്തിട്ട് ഫുൾ അത് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു സോൾട്ടി ടേസ്റ്റാണ്. അതങ്ങനെ വേറെ ഫ്ലേവറും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് ഒരു തവണയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം, അത്രയേ ഉള്ളൂ. അതല്ലാതെ അത് ഭയങ്കര സംഭവം എന്നൊന്നും പറയാനില്ല. നെക്സ്റ്റ് കാണുന്നതാണ് കിങ്കാലി നമ്മളെ നാട്ടിലെ മോമോസ് പോലെ തന്നെയാണ്, പക്ഷെ അത് കഴിക്കേണ്ട ഒരു രീതിയുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ജോർജിയൻ്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ പാർട്ടായിട്ട് ബാക്കി വീഡിയോസിൽ കൊടുക്കുന്നതായിരിക്കും.